എല്ലാ പേർക്കും ഇഷാന ഡിസൈൻസിലേക്ക് സ്വാഗതം. ഇപ്പം ഇന്ന് ഞാനിവിടെ ഫ്രണ്ട് പ്ലീറ്റഡും ബാക്ക് പ്ലെയിൻ ആയിട്ടുള്ള ചുരിദാർ കട്ട് മോഡലാണ് ബാക്ക്. അതേപോലത്തെ ഒരു നൈറ്റിയാണിൻ്റെ കട്ടിങ്ങാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം ഒന്നുകിൽ നമ്മൾ ബാക്ക് ഫ്രണ്ട് പ്ലീറ്റ് ഉള്ളത് അങ്ങനെയുള്ള ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് മാത്രം പ്ലീറ്റ് ഉള്ളതും ബാക്ക് പ്ലെയിൻ ആയിട്ടുള്ളത് അതൊരു പ്ലീറ്റിൽ നമ്മൾ ചുരിദാർ മോഡലാണ് ബാക്ക് ചെയ്യുന്നത്. അങ്ങനെയുള്ള ചുരിദാർ നൈറ്റിയുടെ കട്ടിങ്ങാണ്. അപ്പം ഞാൻ ഇത് നൈറ്റി പീസ് നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. നാലായിട്ട് മടക്കിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇതുപോലെയാണ് ഫോൾഡ് ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? വീതി ഭാഗം മടക്കിയിട്ട് നീളഭാഗത്തിന് ചെയ്യും. ഇത് പിന്നെ നീളഭാഗത്തിന് മടക്കിയിട്ട് വീതി ഭാഗം. ഇതിപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് 46 ഇഞ്ച് അളവുള്ള ആൾക്കാരുടെ ആ അളവിലുള്ള നൈറ്റി കട്ടിങ്ങാണ് കേട്ടോ. 46, അതായത് നമ്മൾ നാലായിട്ട് മടക്കിയിടുമ്പം 11.5 വരും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ടിങ്ങിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ഫോൾഡ് ചെയ്ത് പറയാനുള്ളൂ, ഇതുപോലെ വേണം ഫോൾഡ് ചെയ്യാൻ, എങ്കിലേ ഇത് കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ മറ്റതുപോലെ ഞാൻ മുമ്പൊക്കെ ഫോൾഡ് ചെയ്യുമ്പോൾ ഇത് ഫോൾഡ് ചെയ്യരുത്. കാരണം നമ്മൾ ബാക്ക് ആദ്യം കട്ട് ചെയ്യും പിന്നെ ഫ്രണ്ട് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ ഫോൾഡ് ചെയ്യരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പം പിന്നെ ലെങ്ത് ഞാൻ എനിക്ക് വേണ്ട ലെങ്ത് ഞാൻ കറക്റ്റായിട്ട് അളന്നെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത്, സാധാരണ നമ്മൾ അതിൻ്റെ കൂടെ 1.5 ഇഞ്ചാണ് കൂട്ടിയെടുക്കുന്നത്. പക്ഷേ ഇതിൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ചോ 2.5 ഇഞ്ചോ കൂട്ടിയെടുക്കണം. പ്ലീറ്റ്സൊക്കെ വയ്ക്കുന്നത് കൊണ്ടും ബാക്കും ഫ്രണ്ടും കട്ട് ചെയ്യുന്ന രീതിയിലുള്ള വ്യത്യാസം കൊണ്ടും ചിലപ്പോൾ തുണി വ്യത്യാസം വന്നിരിക്കും. അതുകൊണ്ട് നിങ്ങൾ 2-3 ഇഞ്ചോളം 2.5 ഇഞ്ചെങ്കിലും മാക്സിമം നിങ്ങൾ കൂട്ടിയിടണം കേട്ടോ. കൂടിയാലും കുഴപ്പമില്ല, കുറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഫുൾ ലെങ്ത് ഇട്ടങ്ങ് തയ്ച്ചോണം. പിന്നീട് ലെവൽ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്താൽ മതി. ഞാനിപ്പോൾ എനിക്ക് വേണ്ടതിനെക്കാട്ടിൽ ഒരു 2.5 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അളവുകളൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഷോൾഡർ എന്ന് പറയുന്നത് 7 ഇഞ്ചാണേ. ഷോൾഡർ 7 ഇഞ്ച്, ആം ഹോള് 7 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം, ഷോൾഡർ 7 ഇഞ്ച് ഉണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് ഇതിനെ ഒന്ന് കറക്റ്റായിട്ട് വരച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ചെസ്റ്റ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ 11.5 പറഞ്ഞിരുന്നു. ചെസ്റ്റ് 11.5. 11.5യും 1 ഇഞ്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട് 12.5. 1 ഇഞ്ച് വേണ്ട, എന്നാലും നമ്മൾ പ്ലീറ്റ്സ് ഒക്കെ എടുക്കുന്നത് കൊണ്ട് വ്യത്യാസം വന്നാലോ, അതുകൊണ്ടാണ് 1 ഇഞ്ച്. 1/2 ഇഞ്ച് ആയാലും മതി. നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ 1.5 2 എടുക്കാൻ കൂടുതൽ. പക്ഷേ നമുക്ക് 3 മീറ്റർ ആയതിപ്പം അതിൽ പിന്നെ സ്ലീവിനൊക്കെ പിന്നെ കിട്ടാൻ പാടാം, ജോയിൻ ചെയ്തെടുക്കേണ്ടി വരും. അതുകൊണ്ട് 1 ഇഞ്ച് കൂട്ടിയിട്ടാലും മതി കേട്ടോ. ഇനി നമുക്കിത് വരച്ചെടുക്കാം. ആം ഹോള് ഇങ്ങനെ ആം ഹോൾ വരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. നിങ്ങൾക്ക് ആം ഹോൾ കർവ് വേണമെങ്കിൽ അത് വെച്ച് വരച്ചെടുക്കാം. അല്ലാതെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഒരു കൈ വെച്ച് വരച്ചാലും മതി കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിൽ നെക്ക് വിഡ്ത്ത് നെക്ക് ലെങ്ത് മാർക്ക് ചെയ്യണം. നെക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത് ഞാനൊരു 3.25 എടുക്കുന്നുണ്ട് കേട്ടോ. ക്രോസ് പീസ് വെച്ച് വരപ്പം 3.5 വരും. അത് കഴിഞ്ഞ് നെക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഞാൻ 4.5 എടുക്കുന്നുണ്ട്. ബാക്കാണേ, ഇത് ബാക്ക് മാത്രമാണ് ചെയ്യുന്നത്. സ്റ്റിച്ച് ചെയ്ത് വരപ്പം എനിക്ക് 4 കിട്ടും. 3.25 എടുക്കുന്നത് എന്താണെന്ന് അറിയാമല്ലോ. നമ്മൾ ക്രോസ് പീസ് വെച്ച് തരപ്പോൾ 1/4 ഇഞ്ച് കൂടെ നമുക്ക് എക്സ്ട്രാ കിട്ടും. എന്നിട്ട് ഇവിടെയും ഇത് നെക്കൊന്ന് മാർക്ക് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് വേസ്റ്റ് ലെന്ത് മാർക്ക് ചെയ്യണം. വേസ്റ്റ് ലെന്ത് എന്ന് പറയുന്നത് ഞാനിവിടെ 14 എടുക്കുന്നത്. അതായത് ഹിപ്പ് ലെങ്ത് 19 ഉണ്ടോ, കാണുന്നുണ്ടല്ലേ? ഇത് വേസ്റ്റ് ലെന്ത്, ഹിപ്പ് ലെങ്ത്, ഇതാണ് ഹിപ്പ് ലെങ്ത് കേട്ടോ. ഇത് വേസ്റ്റ്, ഇത് ഹിപ്പ്. ഇനി ഇവിടുത്തെ വണ്ണം നമുക്ക് ഇവിടെ ഷേപ്പിൻ്റെ ഇവിടെ നമുക്ക് 1 ഇഞ്ച്, ഇവിടെ നമ്മൾ 11.5 എടുക്കാം, 10.5 എടുക്കാം. പക്ഷേ നമുക്ക് നമ്മുടെ ചുരിദാറിനൊക്കെ ആണെങ്കിൽ 1 ഇഞ്ച് മൈനസ് ചെയ്യും. ചെസ്റ്റിനേക്കാൾ 1 ഇഞ്ച് കുറച്ചാണ് എടുക്കുക, കാരണം ഷേപ്പ് വരുമല്ലോ ഇവിടെ. പക്ഷെ നൈറ്റിക്ക് ആയിട്ട് നമുക്ക് 1/2 ഇഞ്ച് കുറച്ചാൽ മതി. 11.5 മുകളിൽ, അപ്പോൾ നമുക്കിവിടെ 11 എടുക്കാം. പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് 12. അത് കഴിഞ്ഞ് ഹിപ്പിൻ്റെ അവിടെ എന്തെടുക്കണം? 2 ഇഞ്ചോളം കൂട്ടിയെടുക്കണം. ഇവിടെ എത്രയാണ്? 11 അപ്പം നമുക്ക് ഒരു 12.5 എടുക്കാം. 1 ഇഞ്ച് കൂടെ കൂട്ടി 13.5 എടുക്കാം. മനസ്സിലായോ? ഞാൻ ഇവിടെ 11.5 ഇവിടെ 11 എടുത്തു. 11 കൂട്ടിൽ ഞാൻ ഇവിടെ എത്ര എടുത്തു? 1.5 ഇഞ്ച് കൂട്ടിയെടുത്തു.
12.5 എടുത്തു. പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് 13. ഇനി നമുക്ക് ഇതൊന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. അപ്പോൾ നമുക്ക് ഇനി ഈ തയ്യൽ തുമ്പ് ഉൾപ്പെടെ ഉള്ളത് മാർക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതങ്ങ് ഫുള്ളായിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് താഴ്ഭാഗം വരെ വരയ്ക്കണം. അപ്പോൾ ഇനി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ബാക്ക് മാത്രമേ കട്ട് ചെയ്യുള്ളൂ, ഫ്രണ്ടും കൂടി കട്ട് ചെയ്യും. ഇനി നമുക്ക് സ്ലീവും കൂടെ മാർക്ക് ചെയ്യാം. സ്ലീവ് മാർക്ക് ചെയ്യുന്ന മുമ്പ് സ്ലീവിൻ്റെ ലെങ്ത് നമുക്കൊന്ന് നോക്കാം. സ്ലീവിൻ്റെ ലെങ്ത് ഞാൻ ഇവിടെ ഒരു 7.5 ഇഞ്ച് എടുക്കാം കേട്ടോ. സ്ലീവിൻ്റെ ലെങ്ത് 7.5 ഇഞ്ച് എടുക്കാം. ഇതാ ഈ താഴ്ഭാഗം തേര് വശം അതുകൊണ്ട് മടക്കി അടിക്കണ്ട. അപ്പോൾ നമുക്ക് 7 ഇഞ്ച് വന്നോളൂ, അല്ലെങ്കിൽ 8 ഇഞ്ച് എടുക്കാം. അപ്പം 1/2 ഇഞ്ച് തയ്യൽ പിന്നെ സ്ലീവ് ജോയിൻ ചെയ്യാൻ എടുത്തിട്ട് ഷോൾഡറിൻ്റെ അവിടെ നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്യാൻ വേണ്ടി 1/2 ഇഞ്ച് പോകും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് 8 ഇഞ്ച് വരും, 7.5 വരും. അതുകൊണ്ട് ഞാൻ 8 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമുക്ക് ഇത് എത്രയാണെന്ന് നോക്കണം. ആം ഹോള് ഇങ്ങനെ 12 ഉണ്ട്. അപ്പോൾ ആ 11.5 നമ്മളിതിവിടെ എടുക്കണം. 11.5 എന്ന് പറയുമ്പോൾ ഇവിടെയാവും കണ്ടോ. തിരിച്ച് ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു 3.5 ഇഞ്ചോളം താഴ്ത്തി വരയ്ക്കണം കേട്ടോ. തിരിച്ച് ഇവിടെ നിന്ന് നമ്മൾ കറക്റ്റ് ചെസ്റ്റ് അളവ് എത്രയാണെന്ന് നോക്കണം. കറക്റ്റ് ചെസ്റ്റ് അളവ് വരപ്പോൾ അവിടെ ആം ഹോൾ എത്രയാണ് വരുന്നത്, 11 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ആ 11 ഇഞ്ച് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യണം. ഇവിടെയാണ്. പക്ഷേ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ ഒരു ഷേപ്പ് ഇങ്ങനെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് 11 ഇഞ്ച് മാർക്ക് ചെയ്ത് 2 ഇഞ്ച് തയ്യൽ തുമ്പ്, ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മതി, ഇവിടെ മതി. എന്നിട്ട് ഇവിടെ സ്ലീവിന് 7 ഇഞ്ചാണ് എടുക്കുന്നത്. 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൂട്ടി 8 ഇഞ്ച്. ഇതൊക്കെ മനസ്സിലായോ എങ്ങനെയാണെന്ന്? നമ്മൾ ഇവിടെ നിന്നും 8 ഇഞ്ച് എടുത്തു. അതിനുശേഷം നമ്മൾ ഇവിടെയും 8 ഇഞ്ച് തന്നെ ഉണ്ടോ എന്ന് നോക്കണം. ഇതാ ഉണ്ട്. നമ്മൾ ഈ സൈഡിൽ നമ്മൾ 3.5 ഇഞ്ച് താഴ്ത്തിയിരിക്കുന്ന ആ ഭാഗത്ത് 8 ഇഞ്ച് തന്നെ വേണം കേട്ടോ. എന്നിട്ട് ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് നമുക്കിപ്പോൾ ഇവിടെ 11 ഇഞ്ച് വേണം നമുക്ക്. ഇവിടെ ആംഹോൾ അടങ്ങുമ്പോൾ 11 എത്രയാണ് കിട്ടിയത്, 11 ഇഞ്ച് വേണം, 11.5 വേണം അല്ലേ. ഒന്നുകൂടെ അളന്ന് നോക്കാം. 12 ഉണ്ട്. 1/2 ഇഞ്ച് ഷോൾഡർ ചെയ്യുമ്പോൾ 11.5 മതി. അപ്പോൾ ആ 11.5 എവിടെ കിട്ടുമെന്ന് നോക്കണം. ഇവിടെ നിന്ന് ഇതാണ് കറക്റ്റ് ലെന്ത്. ഇവിടെയാണ് 11.5 വരുന്നത്. അപ്പോൾ അവിടെ നിന്നും ഇവിടെ മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഒരു 3 ഇഞ്ചോ 3.5 ഇഞ്ചോ താഴ്ത്തി വരയ്ക്കണം. ഞാൻ 3.5 ഇഞ്ച് നമുക്കല്ലെങ്കിൽ 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടെ വരും 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. 3.5 ഇഞ്ച് വേണ്ട, 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. തിരിച്ച് ഇവിടെ നിന്ന് ഇതിലോട്ട് നമ്മുടെ കറക്റ്റ് ചെസ്റ്റ് അളവെന്ന് പറയുന്നത് 11 ഇഞ്ചാണ്. 11 ഇഞ്ച് കണ്ടു. അതിൽ 10.5 മാർക്ക് ചെയ്താൽ മതി, കാരണം 1/2 ഇഞ്ച് ഷോൾഡർ ജോയിനും പോവും. അപ്പോൾ നമ്മൾ 10.5 ഇവിടെ മാർക്ക് ചെയ്യണം. ഇവിടെയാണ് 10.5 ഇവിടെ മാർക്ക് ചെയ്തു. ഇവിടെ നിന്ന് 3 ഇഞ്ച് താഴ്ത്തി വരയ്ക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ അല്ലേ 11 എടുത്തത്, സോറി ഞാൻ പറഞ്ഞ തെറ്റി. ഇവിടെയാണ് നമ്മൾ 11 എടുത്തത്. ഇവിടെ നിന്ന് 3 ഇഞ്ച് താഴ്ത്തി നമ്മൾ വരയ്ക്കുന്നുണ്ട്, 3 ഇഞ്ചോളം താഴ്ത്തി വരയ്ക്കുന്നു. ഇനി നമുക്ക് ഇവിടെയാണ് ഷേപ്പ് വരേണ്ട. അപ്പം നമ്മൾ ഇവിടെ നിന്നും ഇങ്ങനെ ഒരു ഷേപ്പ് ഇങ്ങനെ വരയ്ക്കണം. വരച്ചതിന് ശേഷം ഇതിങ്ങനെ ഇവിടെ 7 ഇഞ്ചാണ്, 1 ഇഞ്ച് കൂടെ കൂട്ടി 8 ഇഞ്ച് എടുത്ത് പോട്ടെ, ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ ഇനി ഇതാണ് നമ്മുടെ സ്ലീവായിട്ട് വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ബാക്ക് ഭാഗം കട്ട് ചെയ്യാം. ബാക്ക് ഭാഗം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്യണം. കണ്ടോ, എന്നിട്ട് ഈ ബാക്ക് ഇത് മാത്രം കട്ട് ചെയ്തെടുക്കുക. ഫ്രണ്ടും കൂടി കട്ട് ചെയ്ത് പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിൽ നമുക്ക് രണ്ടും ഒരേപോലെ ആയി പോകും. നമുക്ക് ഫ്രണ്ടിൽ പ്ലീറ്റ്സ് വയ്ക്കാനുള്ളതാണ്. എന്നിട്ട് ഇവിടെ അത് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം. ഈ ഷോൾഡർ വരെ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ബാക്ക് ഇവിടെ, ഫ്രണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഇതാണ് ബാക്ക്. നമ്മൾ ആദ്യം ബാക്കാണ് കട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം.
കട്ട് ചെയ്തേണേ. എന്നിട്ട് ഇത് മാത്രം എടുത്ത് ഇത് ഫുള്ളായിട്ടങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ട് പാർട്ട് കൂടെ ഇരിക്കുകയാണ്, അത് കട്ട് ചെയ്യരുത്. ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് താഴറ്റം വരെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ എടുത്തിട്ട് കാണിക്കാം. ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ. ഇത് ബാക്ക് പാർട്ടാണ്. ഫ്രണ്ട് പാർട്ട് ഞാൻ മാറ്റി വെച്ചേക്കാം, അത് കാണിക്കാം. ഇത് ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇനി ഫ്രണ്ട് പാർട്ട് ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ടേബിളിലായതുകൊണ്ട് ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. അത് ബെഡിൻ്റെ പുറത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയാണ്. പിന്നെ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം. സ്ലീവ് നമുക്ക് ഒരുമിച്ച് തന്നെ കട്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഫ്രണ്ട്. അപ്പോൾ സ്ലീവ് നമ്മൾ ഫുള്ള് ആദ്യം എങ്ങനെയാണോ ചെയ്യേണ്ടത് അതുപോലെ ചെയ്യണം. സാധാരണ എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് അതുപോലെയൊക്കെ ചെയ്യണം. ഇങ്ങനെയാണ് വരുന്നത്. സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ. ഇതാണ് സ്ലീവ്. സ്ലീവ് നമുക്ക് 4ആയിട്ട് കിട്ടി. 2 പീസ് ഫുള്ള് കട്ട് ചെയ്യണം സ്ലീവ്, കണ്ടോ. അപ്പോൾ ഇനി സ്ലീവ് മാറ്റിയേക്ക്. ഇനി നമുക്ക് ഫ്രണ്ടാണ് കട്ട് ചെയ്യേണ്ടത്. ഫ്രണ്ടിൽ പ്ലീറ്റ്സൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്നാണ് ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി ഫ്രണ്ട് ഭാഗം എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്ത് ഇരിക്കുന്നത്, ഇങ്ങനെയാണ്. അപ്പോൾ ഇതിനെ അങ്ങ് കട്ട് ചെയ്ത് കളയാം. ഇത് വേണ്ട നമുക്ക്. ഈ പീസിനെ കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഇതിന് നമ്മൾ അതിൽ മാർക്ക് ചെയ്ത അതേ ഷോൾഡർ തന്നെയാണ് ഇവിടെയും മാർക്ക് ചെയ്യേണ്ടത്. നമ്മൾ എത്രയാണ് മാർക്ക് ചെയ്തത്? 7 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. അപ്പോൾ അതേ 7 ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്യണം. ആം ഹോളും എത്രയാണ് മാർക്ക് ചെയ്തത്? ആം ഹോളും 7 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. എന്നിട്ട് ഇതിന് ഇവിടെ നോക്കണം, 7 ഇഞ്ച് ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഇവിടെയും 7 ഇഞ്ച് ഉണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് ഇതിനെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കണം. എന്നിട്ട് ഇവിടെ നമ്മൾ എത്രയാണോ ചെസ്റ്റ്, നമ്മൾ 11.5 അവിടെ ചെസ്റ്റ് മാർക്ക് ചെയ്ത് അത് തന്നെ ഇവിടെയും എടുക്കണം. 11.5 ചെസ്റ്റ്, 1 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് 12.5. നമ്മൾ 1 ഇഞ്ചാണല്ലോ തയ്യൽ തുമ്പിട്ടിരുന്നത്, ആ 1 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് ഇതിനെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. അത് നോക്കണം ഇവിടെ നമ്മൾ 7 ഇഞ്ച് ഉണ്ടോ എന്ന് ഉണ്ട്. അപ്പോൾ ഇതാണ് കറക്റ്റ് അളവ്, ഇതാണ് തയ്യൽ തുമ്പ്. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് കൈക്കുഴി ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, കുഴിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇനി നമുക്ക് 3 പീസ് പോലെയാണ് ഫ്രണ്ടിൽ കട്ട് ചെയ്യുന്നത്, പ്ലീറ്റ് ഉള്ളതല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് യോക്ക് ഭാഗം ഒന്ന് മാർക്ക് ചെയ്യണം. യോക്ക് എത്രയാണ്? 10 ഇഞ്ച് മാർക്ക് ചെയ്യുക. യോക്ക് 10 ഇഞ്ച്. എന്നിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരയ്ക്കണം. ഇവിടെയാണ് 10 ഇഞ്ച് വരുന്നത്. ഈ യോക്കിലോട്ട് ഇങ്ങനെ വരയ്ക്കണം. മനസ്സിലാകുന്നത്? 3 പീസ് ആയിട്ടാണ് ഫ്രണ്ടിൽ കട്ട് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ചുരിദാർ കട്ട് മോഡലാണ് ബാക്ക് കട്ട് ചെയ്തത്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് 10 ഇഞ്ച് മാർക്ക് ചെയ്യണം. എന്നിട്ട് അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ മുട്ടിക്കണം. ഇനി നമുക്ക് നെക്കൊന്ന് മാർക്ക് ചെയ്യാം. നെക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 6 ഇഞ്ചാണ് എടുക്കുന്നത്. ഷോൾഡർ ജോയിൻ പോയിട്ട് നമുക്ക് എത്ര കിട്ടും? പിന്നെ 5.5 കിട്ടിക്കോളും. അത് കഴിഞ്ഞ് നെക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് 3.5 ഇവിടെ മാർക്ക് ചെയ്യാം കേട്ടോ. 3.5 മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെയും 3.5 മാർക്ക് ചെയ്യണം. അപ്പം നെക്കിൻ്റെ വിഡ്ത്ത് എത്രയാണ്? ഞാൻ 3.5 എടുക്കണം. നമ്മൾ 3 പീസ് ആയതുകൊണ്ട് സൈഡിലൊക്കെ ജോയിൻ ചെയ്ത് വരുമ്പം 3-3.25 അടുപ്പിച്ച് വന്നോളും കേട്ടോ. 3.5 മാർക്ക് ചെയ്യണം. എന്നിട്ട് ഇത് നമുക്കൊന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഇവിടെ നോക്കണം 3.5 ഉണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ 1 ഇഞ്ച് മുകളിലോട്ട് കയറ്റി മാർക്ക് ചെയ്യണം. നമുക്കൊരു ഷേപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കണം. അതായത് ഇതേപോലെ കാണുന്നുണ്ടല്ലോ, ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഇവിടെ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്യണം, കയറ്റി മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങനൊരു ഷേപ്പ് കൊടുക്കണം. അതിനുശേഷം ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്കൊരു ഷേപ്പ് കൊടുക്കണം.
ഇങ്ങനെ അതിങ്ങനെ ഒരു വളഞ്ഞ ഷേപ്പിൽ വേണം കൊടുക്കാൻ. ആദ്യം ഒന്ന് വരച്ചിട്ട് പിന്നെ ഇങ്ങനെ ഒരു വളഞ്ഞ ഷേപ്പിൽ ഇങ്ങനെ കൊടുക്കണം. കണ്ടോ, ഇതുപോലെ വേണം വരാൻ. അതിനുശേഷം ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ ഈ ചെസ്റ്റിലോട്ട് മുട്ടിക്കണം. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കൊരു സ്ട്രേറ്റ് ഒരു ചരിച്ച് മാർക്ക് ചെയ്തല്ലോ, അതൊന്ന് ഷേപ്പ് ചെയ്ത് മാർക്ക് ചെയ്യണം കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് അതൊന്ന് വളച്ച് ഷേപ്പ് ചെയ്ത് വേണം മാർക്ക് ചെയ്യാൻ. കണ്ടോ, ഇങ്ങനെ ഇതുപോലെ. മറ്റേ നമ്മൾ സ്ട്രേറ്റ് ലൈനല്ലേ വരച്ച്, ഇതൊരു ഷേപ്പ് പോലെ കൊടുക്കണം. എന്നിട്ട് ഇത് ഇങ്ങോട്ടേക്ക് വരയ്ക്കണം. മനസ്സിലാവുന്നുണ്ട്? നമ്മൾ ഇവിടെ നിന്ന് സ്ട്രേറ്റ് ലൈൻ വരച്ചു, ചരിച്ചൊരു വര വരച്ചു, അതിനെ ഒന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്ന് ഷേപ്പ് ചെയ്ത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിങ്ങോട്ടും വരയ്ക്കണം. ഇതങ്ങ് ഇനി ഇത് വേണ്ട കേട്ടോ, നമ്മൾ ഷേപ്പ് ചെയ്യാനാണ് ഇവിടെ വരച്ചത്. എന്നിട്ട് ഈ യോക്കിൽ നിന്ന് നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടിട്ടില്ല, ചെസ്റ്റിൻ്റെ കഴിഞ്ഞ് തയ്യൽ തുമ്പ് ഇട്ടില്ല, അങ്ങോട്ടേക്ക് നമ്മളൊരു ചരിച്ചൊരു മാർക്ക് കൊടുക്കണം. അതും ഇതും കൂടെ തമ്മിലാണ് യോജിപ്പിക്കുക, യോക്ക് ഭാഗവും കൂടെ. കണ്ടോ, ഇത് ഇങ്ങോട്ട് വേണം യോജിപ്പിക്കേണ്ടത്, തയ്യൽ തുമ്പിൻ്റെ അങ്ങോട്ട് വേണം യോജിപ്പിക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ഈ യോക്കിൽ നിന്ന് നമ്മൾ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തില്ലേ, അങ്ങോട്ടേക്ക് വേണം കട്ട് ചെയ്യാനുള്ളത് കേട്ടോ. കണ്ടോ, ഇതിങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ തിരിച്ചെണ്ണിടണേ, ആങ്ങോട്ടൊന്ന് കട്ട് ചെയ്യണം, തയ്യൽ തുമ്പ് ഉൾപ്പെടെ ഉള്ളത്. ഈ പീസൊന്ന് മാറ്റി വയ്ക്കാം, ഇത് വേണ്ട. ഇനി നമുക്ക് ഇതാണ് വേണ്ടത്, ഈ ഭാഗം നമുക്ക് വേണ്ട. ഇനി ഇതൊന്ന് കട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ഈ നെക്കൊന്ന് കട്ട് ചെയ്യാം. ഇതൊക്കെ ക്രോസ് പീസ് വയ്ക്കാനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇത്രയും കട്ട് ചെയ്തെടുത്തില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഈ വര നമ്മൾ ഇവിടെയാണ് ഒട്ടിച്ചത്, അതിന് താഴോട്ടൊന്ന് മാർക്ക് ചെയ്യണം കേട്ടോ. അത് ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ ഒന്ന് ഇതിന് സ്ട്രെയിനോട്ട് ചരിച്ചൊന്ന് മാർക്ക് ചെയ്യണം. നമ്മൾ ഇവിടെ നിന്ന് 1 ഇഞ്ച് മുകളിലോട്ട് കയറ്റിയിട്ട് അതിന് ഇങ്ങോട്ടേക്ക് വരച്ചില്ല, അത് താഴോട്ടേക്ക് മാർക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇത്രയും കട്ട് ചെയ്തല്ലോ, ഇനി ഇതിനെ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇവിടെ ഒന്ന് കട്ട് ചെയ്യണം. കണ്ടോ, ഈ പീസാണ് നമുക്ക് സൈഡിൽ വയ്ക്കേണ്ടത്, ഇതിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കും. അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ ഈ പീസും കിട്ടും. ഇത് 3 പീസിൻ്റെ നമ്മൾ സെൻറ്ററിൽ വയ്ക്കുന്ന ഭാഗമാണ് ഇത്. കണ്ടോ, അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് കൂർത്ത് നിൽക്കുന്നതിനെ ഒന്ന് ലെവലാക്കി കളയണം. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് എവിടെ വരുന്നതെന്ന് വെച്ചാൽ ഇത് 2 സൈഡിലായിട്ട് വരും. ഇത് ഇവിടെയും വരും. ഇത് നമുക്ക് ചെസ്റ്റ് 12.5 ഉണ്ട് നീളത്തിൽ കിടക്കുന്നത്. നിങ്ങൾക്ക് കുറവാണെങ്കിൽ ഇത്ര നീളത്തിന് വരത്തില്ല. കാണാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെയാണ് വരുന്നത്, ഇങ്ങനെ വരും. കണ്ടോ, ഇതേപോലെയാണ് ഈ മോഡൽ നൈറ്റി വരുന്നത്. ഇത് നമുക്ക് ഇപ്പോൾ ഇതിന് മാറ്റി വയ്ക്കണം, ഇത് കളയരുത്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സ്കേർട്ട് ഭാഗയിൽ അത് ഇങ്ങോട്ടേക്ക് മാറ്റിവിടാം. അതിന് ശേഷം നമുക്ക് ഇവിടെ നിന്നും ഒരു 2 ഇഞ്ച് ഇവിടെ നിന്ന് ഒരു 2 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പം ഇത് ഇവിടെ കറക്റ്റായിട്ട് വെട്ടിക്കളയേണ്ടി വരും. ഇതെവിടെയാണ് 2 ഇഞ്ച് വരുന്നത്. ഇവിടെ നിന്ന് 2 ഇഞ്ച് ഇങ്ങോട്ടേക്കും ഇവിടെ നിന്ന് 2 ഇഞ്ച് ഇങ്ങോട്ടേക്കും മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു സ്ക്വയർ വരച്ചിട്ട് നമ്മളിങ്ങനെ ആക്കി. നമുക്ക് ആം ഹോൾ കുറച്ചുകൂടെ ഈ സ്കേർട്ട് ഭാഗത്തിൽ വേണം കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ഇവിടെ ചെയ്യാൻ പറ്റില്ല, കാരണം ഇവിടെ ഇങ്ങനെ കട്ടിങ് വന്നതുകൊണ്ട് ഇതിനെ സ്ട്രെയിറ്റ് ആയിട്ട് വെട്ടിക്കളയേണ്ടി വരും. അപ്പോൾ ഈ പ്ലീറ്റ് നൈറ്റിയൊക്കെ ആയവർക്ക് ലെന്ത് നല്ല കൂടുതലുള്ളവർക്ക് ഇത്
കുറഞ്ഞു പോകും കേട്ടോ. ലെങ്ത്, അതായത് ലെങ്ത് നമുക്ക് ഇത്രയും ഭാഗമൊക്കെ പോവേയില്ല. അപ്പോൾ ഫുൾ ലെങ്ത് വേണ്ടുന്നവർക്ക് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ എന്താണെന്ന് അറിയുമ്പോൾ ഇങ്ങനെ അങ്ങനെ ഒരു വ്യത്യാസം വരുമ്പോൾ താഴെ ഇതിന് മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള എന്തെങ്കിലും പ്ലീറ്റ്സ് ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പ്ലീറ്റ് നൈറ്റി ഇങ്ങനെയുള്ള നൈറ്റിയുടെ കുഴപ്പമാണ് ലെങ്ത് കുറഞ്ഞു അവസാനം. ഫുൾ ലെന്ത് വേണമെന്നുള്ള കാര്യം, നല്ല പൊക്കമുള്ളവർക്കുള്ള വേണ്ടി വരുന്നവരുടെ കാര്യമാണ് പറഞ്ഞത്. അവർക്കൊക്കെ അപ്പോൾ 320 മെറ്റീരിയൽ എടുക്കേണ്ടി വരും കേട്ടോ. ഈ 290 ഫുൾ ലെന്ത് വേണ്ട, അത്രയും ലെന്തൊന്നും നമുക്ക് കിട്ടത്തില്ല. കാരണം ഇത്രയും ഭാഗം നോക്ക്, ഇത്രയും ഭാഗം പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ ഇത്രയും ഭാഗം കട്ട് ചെയ്ത് കളയണം. അപ്പോൾ അത്രയും ലെങ്ത് അവിടെ കുറയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളാം. നല്ല ലെങ്ത് ഉള്ളവർക്ക് പ്ലീറ്റഡായിട്ട് ചെയ്യുമ്പോൾ 320 മെറ്റീരിയലിന് എടുക്കണം കേട്ടോ. എന്നിട്ട് വേണം ഇനി നമുക്ക് ഇവിടെ വന്ന് ഇത് കട്ട് ചെയ്ത് കളയാം. കണ്ടോ, ഞാൻ പറയാൻ മനസ്സിലാവുന്നുണ്ട്. നമ്മൾ ആ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നത് വരെ അതിന് ശേഷം മാത്രമേ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്യണം. തിരിച്ച് അവിടെ താഴോട്ട് 2 ഇഞ്ച് സ്ക്വയർ ആക്കുക. എന്നിട്ട് ഇങ്ങനെ ആംകോളിൻ്റെ ഷേപ്പ് വരയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം. നമുക്ക് പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ടാണ് സെൻറ്റർ മാർക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ലെങ്ത് നമ്മൾ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കണം. കാരണം ഇങ്ങനെയൊക്കെ വ്യത്യാസം വരുമ്പം നമുക്കൊരു 52 ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ 1.5 ഇഞ്ച് കൂട്ടിയെടുത്ത് ഇത്രയും ഭാഗം പോയില്ലേ. അപ്പം തന്നെ ഇത്രയും ലെങ്ത് പോയി. നോക്കി എത്ര ഉണ്ടെന്ന്. അപ്പം കണ്ടോ, 4.25 ഇഞ്ചോളം പോകുന്നുണ്ട്. അപ്പോൾ അത്രയും വ്യത്യാസം വരും. അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് എടുക്കാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കട്ടിങ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ക്രോസ് പീസ് വേണം. അപ്പോൾ ഇത് സ്കേർട്ട് ഭാഗമാണേ. ഇത് ഏതിൻ്റെ സ്കേർട്ട് ഭാഗം? ഫ്രണ്ടിൻ്റെയാണ്. ബാക്ക് നമ്മൾ ചുരിദാർ കട്ട് മോഡലാണ്. അപ്പോൾ അതിന് ലെങ്ത് കിട്ടി. അപ്പോൾ ഇതിനും അതിന് ലെങ്തിൽ വ്യത്യാസം വരും കേട്ടോ. അതാണ് ഞാൻ കൂടുതൽ ഇടാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അവസാന സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ ഏറ്റക്കുറച്ചിലുണ്ടാവും. ഇനി നമുക്ക് നെക്കില്ലേ, നെക്ക് കട്ട് ചെയ്ത സ്ഥലത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. ബാക്കിലായിരിക്കും ക്രോസ് പീസ് കാണുമല്ലോ, അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. രണ്ട് പീസുണ്ട്. നമുക്ക് ഒരു പീസും കൂടി വേണമെങ്കിൽ എടുക്കാം. തികയാതെ വരണ്ട, കൂടുതലിരുന്നാലും കുഴപ്പമില്ല. കണ്ടോ, ഇത് ക്രോസ് പീസിനാണ്. ഇത് ബാക്കിൻ്റെതാണ് കേട്ടോ. ബാക്കിനുള്ള ക്രോസ് പീസാണ്. ബാക്കിൽ നമ്മൾ ഈ ചെറിയ പീസ് വേണ്ട. എന്തെന്നറിയാമോ, നമ്മൾ ബാക്കിൽ ഇവിടെ കട്ട് ചെയ്തതിൽ പീസുണ്ട്. അപ്പോൾ നമുക്ക് ഇതിരിക്കട്ടെ. നമുക്ക് തികഞ്ഞില്ലെങ്കിൽ ഇതും കൂടെ കട്ട് ചെയ്യും. ഈ പീസ് കളയരുത്. ചെറിയ ചെറിയ പീസുകളൊന്നും കളയരുത് കേട്ടോ. ഈ ചെറിയ ഇതൊക്കെ കളയാം, ഇതൊക്കെ വേണ്ട. ഇത് നമുക്ക് സൈഡിൽ നിന്ന് പോയത് ഇത്രയും ഭാഗം കട്ട് ചെയ്ത് അതൊക്കെ വച്ചേക്കാം. നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ജോയിൻ ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ എടുക്കാം. ഇത് ഇത്രയാണ് വേസ്റ്റ്. ഇത്രയും ഭാഗം വേസ്റ്റ് ഉള്ളൂ. ഇത് ബാക്ക് ഭാഗം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഫ്രണ്ട് ഭാഗം. ഇത് ഫ്രണ്ടിൽ വയ്ക്കാനുള്ള 3 പീസ് കണ്ടോ പീസ്. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ബാക്കിൽ നമ്മൾ ചുരിദാർ കട്ട് മോഡലിലാണ് ചെയ്തത്. ആ ബാക്ക് ഭാഗം അതായി. പിന്നെ നമുക്ക് സ്ലീവ്. അപ്പോൾ ഇത്രയാണ് ഇതിൽ വേണ്ടത്. അപ്പം കട്ടിങ് വീഡിയോ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്റ്റിച്ചിങ് അടുത്ത പാർട്ടിൽ കാണാം. അപ്പോൾ അടുത്ത സ്റ്റിച്ചിങ് പാർട്ടുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.